അങ്ങനെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നത്തെ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. നമ്മൾ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നഫീസുമ്മയുടെ യാത്ര, അത് മണാലിയിലേക്കുള്ള യാത്ര, അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. വടകര നഗരസഭയിലെ ഹരിയാലി ഹരിത കർമ്മ സേനാംഗങ്ങൾ മലേഷ്യക്ക് പോയ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലെ? അപ്പൊ ആ യാത്രയെക്കുറിച്ച് പറയാൻ, വിശേഷങ്ങളെക്കുറിച്ച് പറയാൻ സംഘത്തിലെ 2 പേർ നമുക്കൊപ്പം ചേരുകയാണ്, സീമയും അനിലയും. ഒപ്പം ഇവരുടെ കോർഡിനേറ്ററായ മണലിൽ മോഹനനും തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. 3 പേർക്കും സ്വാഗതം, വലിയ സന്തോഷം. ആദ്യം ഞാൻ കോർഡിനേറ്ററിലേക്ക് പോകാം. അല്ലെ, നമ്മൾ ബാക്കിയുള്ളവരൊക്കെ സ്ത്രീകളാണല്ലോ, അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുക്കാം. ഞങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി, അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും അധികം ആളുകൾ ഇത്തരത്തിലൊരു ഹരിതകർമ്മ സേനാംഗങ്ങൾ വിദേശത്തേക്ക് ടൂർ പോകുന്നത് ആദ്യമായിട്ടാണ് അല്ലേ സർ? തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ ഇത്രയും സ്ത്രീകൾ 5 ദിവസത്തിൽ നിന്ന് വിട്ടുനിന്ന് പൂർണ്ണമായും മുസ്ലിംമാരായിട്ടുള്ള സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിട്ടുനിന്ന് വിദേശത്ത് യാത്ര ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. അതും 68 ഒരു 45-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളാണ് ഇവര്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇനി കണ്ടവരോടാണല്ലോ ചോദിക്കേണ്ടത്, എങ്ങനെയുണ്ടായിരുന്നു മലേഷ്യൻ ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? സീമ, നിങ്ങളുടെ മുഖത്തുണ്ട് അതിന്റെ ഉത്തരം, ആ ചിരിയിലുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? അതെങ്ങനെയാണ് സാക്ഷാത്കരിച്ചത്? സീമ, ആദ്യം താങ്കളിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കോർഡിനേറ്ററായ മോഹൻ സാറിന്റെ ഒരു ഭയങ്കര ഞങ്ങളോട് ഇത് പോണെന്ന് തീരുമാനിച്ചത് സാർ തന്നെയാ. സാറ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലേക്ക് എത്താൻ പറ്റിയത്. അടിപൊളി യാത്രയാണ്, ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു യാത്രയാണ്. മതിയായിട്ടില്ല അവിടുന്ന് ഇങ്ങോട്ട് പോരാനൊന്നും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങള് എല്ലാവരും. അവിടെ നിങ്ങോട്ട് പോരാൻ പോലും തോന്നിയില്ലെന്നാ പറയുന്നത്, അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പോ അല്ലെ, ആ സന്തോഷം ഒന്ന് അനില കൂടി പങ്കുവെക്കൂ. എങ്ങനെയാണ് ഈ ആദ്യം ഇതിന്റെ ആശയം വന്നപ്പോ ആരെങ്കിലും ഒക്കെ എതിർപ്പ് പറഞ്ഞിരുന്നോ അനില? ഇത്രയും പൈസ ചെലവിട്ട് പോകുന്ന ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ എതിർപ്പുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പോയി വന്നതിന് ശേഷമാണ് സമൂഹത്തിൽ നിന്ന് കൂടുതൽ അഭിനന്ദനങ്ങളാണ് ഞങ്ങൾക്ക് വന്നത്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നല്ലോണം ഇത്രയും സ്ത്രീകൾ പോയത്, അത് മാത്രമല്ല മോഹനേട്ടൻ എന്ന ഒരു വ്യക്തിയാണ് ഇത്രയും സ്ത്രീകളെ നയിച്ചു കൊണ്ടുപോയത്. അപ്പൊ നമ്മുടെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് പറയുന്നത് ഇത്രയും സ്ത്രീകളെ മാത്രം കൊണ്ടുപോയത് അവര് ആദ്യമായിട്ടാണ്. 69 സ്ത്രീകളെയും കൊണ്ടുള്ള ഈ ഒരു യാത്ര ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഒരു സ്വപ്നം തന്നെയാണ് സാക്ഷാത്കരിച്ചിട്ടുള്ളത്. വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കൈവന്നത് തന്നെ ഞങ്ങള് ഈ ഒരു സംരംഭത്തിൽ വരികയും, ഈ സംരംഭത്തിൽ വന്നതിന് ശേഷമാണ് നമ്മളൊരു ശാക്തീകരണം, ഒരു സ്ത്രീ ശാക്തീകരണം എന്നൊരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞതും ഞങ്ങളുടെ ഈ അജൈവ മാലിന്യ ശേഖരണ യൂണിറ്റിൽ വന്നതിന് ശേഷം മാത്രമാണ്. ഈ സ്ത്രീ ശാക്തീകരണം ഇങ്ങനെ വാക്കുകൊണ്ട് പറയുന്നതല്ല, അത് ഞങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു അല്ലെ? പോയി വിമാനയാത്ര ആദ്യമായിരുന്നോ അനില? വിമാനയാത്ര എന്നെ സംബന്ധിച്ച് 2ാമത്തെ വിമാനയാത്രയാണ്. ആദ്യം കുടുംബശ്രീയുടെ ഒരു മാലിന്യ ശേഖരണ പ്ലാന്റ് കാണുന്നതിന് വേണ്ടി ഛത്തീസ്ഗഡ് പോയിട്ടുണ്ടായിരുന്നു. അത് വേറെ പഞ്ചായത്തിലുള്ള ആളുകളെ കൂടെയാ പോയത്. അപ്പൊ വടകര നഗരസഭയിൽ നിന്ന് ഒരാള്, ഗുരുവായൂരിൽ നിന്ന് ഒരാൾ, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. പക്ഷെ ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളൊരു കുടുംബം, ഹരിയാലി കുടുംബത്തിൽ നിന്ന് പോകുമ്പോ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് ഞങ്ങളുടെ ആ ഒരു കുടുംബം. അത് സത്യമാണ് സീമ, അനില പറഞ്ഞ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ വേറെ ആരുടെങ്കിലും കൂടെ പോകുന്ന പോലെ അല്ലല്ലോ, നമ്മൾ കൂട്ടുകാരെല്ലാരും കൂടെ പോകുന്നു. അപ്പൊ അതും 5 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം എപ്പോഴും ഒരുമിച്ച് അല്ലെ, ഊണിലും ഉറക്കത്തിലും എല്ലാം ഒരുമിച്ച്. അതിനെ കുറിച്ച് പറയാമോ? ഊണിലും ഉറക്കത്തിലൊക്കെ ഒരുമിച്ച്. നമ്മളെ ഇപ്പം യാത്ര കഴിഞ്ഞ് വൈകുന്നേരം റെസ്റ്റിന് വേണ്ടിയിട്ട് രാത്രി റൂമിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, എല്ലാരും വരാന്തയിൽ നിരന്നിരിക്കും. നിരന്നിരുന്ന് ഞങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് നടക്കുമ്പോ മോനേട്ടൻ വരും, സമയം 2 മണിയായാലും നിങ്ങൾക്കൊന്ന് ഉറങ്ങണ്ടെന്ന് ചോദിച്ചു. ഞങ്ങള് റൂം നോക്കി പോവുക. അത്രയും ഞങ്ങൾക്ക് ഒന്നിച്ച് കിട്ടുന്ന ആ ഒരു
അവസരം ഞങ്ങൾ മുതലാക്കി തന്നെ എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അവരും ജോലിയെ കുറിച്ച് പറയുകയാണെങ്കിലും ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. ജൈവമാലിന്യ ആയതുകൊണ്ട് വാർഡിലായിരിക്കും, വിവിധ സംരംഭങ്ങളിലായിരിക്കും, MCFകളിലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് ഒത്തുകൂടി കിട്ടുക ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ മാത്രമാണ്. സീമയോട് ഞാൻ ചോദിക്കട്ടെ, എവിടെയൊക്കെയാണ് നിങ്ങൾ പോയത്? പ്രത്യേകിച്ച് അവിടുത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആ രീതി എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കണ്ട് പഠിക്കാൻ പറ്റിയെന്ന് കേട്ടല്ലോ. അവിടെ പോയി നമ്മളെല്ലാം കണ്ട്. പക്ഷെ എനിക്കൊരു വലിയൊരു അനുഭവ. അതുമല്ല, ഹരിതകർമ്മസേന പുഴ മുഴുവൻ ആൾക്കാർക്കും ഭയങ്കര മറക്കാൻ പറ്റുന്നില്ല. അവിടെയാ ഉള്ളതെന്ന് തോന്നിപ്പോവാ ചില സമയത്ത്. അവിടെ നിങ്ങൾ വന്നിട്ടില്ല ഇതുവരെ അല്ലെ? മനസ്സ് വന്നിട്ടില്ല. പിന്നെ അച്ഛനെല്ലാം ഗൾഫിലേനും. പക്ഷെ അന്നേരം ഒന്നും വിമാനയാത്രയിൽ പോകാൻ പറ്റിക്കില്ല. ഒരിക്കലും പോവാൻ പറ്റാത്തൊരു യാത്ര പോയി. എന്നും ഞാള് പോകും, സാറ് ഞാളെ കൊണ്ടുപോകും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആഹാ, സീമയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഈ ഒരു യാത്രയെ കുറിച്ച് വീട്ടില് പറഞ്ഞപ്പോ അവിടെ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? മോനും മോളും എല്ലാം ഉണ്ട്. ഓലെല്ലാം പുറത്താണ്. പക്ഷെ എല്ലാരും സപ്പോർട്ടാ. അമ്മ പോട്, എത്ര സുഖ, എനക്ക് ഷുഗറെല്ലാം ഉള്ളതുകൊണ്ട് അമ്മ എത്ര സുഖയിലെങ്കും പോട്, എത്ര പോകാൻ പറ്റൂല. ഇനി ഞാള് കൊണ്ടുപോയതിന്റെ തൊട്ടല്ല, ഇനി ഇവരിൽ ഇങ്ങനെ പോകുമ്പോ അത്രയും എൻജോയ് ചെയ്തിക്ക്. വിചാരിക്കാൻ പറ്റാത്തൊരു എല്ലാം മറന്ന് 5 ദിവസം അടിച്ചു പൊളിച്ച് ഞാള് ചെറുപ്പം തുടങ്ങിയ പോലെ തോന്നി. ഈ ഞാൻ കോർഡിനേറ്ററിലേക്ക് ഒന്നുകൂടി പോവാം. ശ്രീ മോഹനനെ, നിങ്ങൾ എവിടെയൊക്കെയാണ് സന്ദർശിച്ചത്? കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നല്ലോ അല്ലെ? സമയത്തിൻ്റെതടക്കം കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നിരിക്കുമല്ലോ ഈ 5 ദിവസവും. തീർച്ചയായിട്ടും. കാരണം 68 പേരെ നമ്മൾ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 ബസ്സുകളിൽ ഇതിൽ 2 ലീഡർമാരെ ആക്കി. മാത്രമല്ല എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള തൊപ്പികൾ കൊടുത്തു, ഐഡന്റിറ്റി കാർഡ് കൊടുത്തു. അപ്പൊ ഒരാള് പോലും മിസ്സാകാത്ത രീതിയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇവരുടെ തൊപ്പി നമുക്ക് മനസ്സിലാവും. മാത്രമല്ല അതിൽ തന്നെ വീണ്ടും സബ് ഗ്രൂപ്പ് ആക്കി. 10 പേർക്ക് മറ്റൊരു ലീഡർ. അപ്പോ അവര് നോക്കണം ഈ 10 പേരെ കൊണ്ടുപോകുന്ന. കാരണം 2 ബസ്സുകളാണ് എല്ലാ സ്ഥലത്തും പോകേണ്ടത്. നമ്മള് ട്വിൻ ടവർ കണ്ടു, അതുപോലെ തന്നെ അവിടെയുള്ള ഏറ്റവും വലിയ ടവറുകൾ കണ്ടു, പിന്നെ പുത്രജയ കണ്ടു. അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ 1 മിനിറ്റ് പോലും പാഴാക്കാതെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു 5 ദിവസം. ഈ 5 ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എത്രയോ കാലമായിട്ട് എൻ്റെ അടുത്ത് ഒരു ഹരിതകർമ്മസേന അംഗം പറഞ്ഞത്, സാറേ 50-55 വയസ്സിനിടയിൽ എത്രയോ പ്രയാസങ്ങൾ, ദുഃഖം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷെ അതൊക്കെ ഈ 5 ദിവസത്തെ യാത്ര കൊണ്ട് മറന്നുപോയി. അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ എന്താ ഉള്ളത് ജീവിതത്തിൽ കിട്ടാൻ? ശ്രീ മോഹൻ, എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞത് ഈ യാത്രയ്ക്ക് വന്നവരിൽ പല പ്രായത്തിലുള്ളവരുണ്ട്. ഇപ്പൊ ഈ 50 വയസ്സ് കഴിഞ്ഞവരൊക്കെ, അല്ലെങ്കിൽ അവരോടൊക്കെ ഇത്രയും വർഷം ജീവിക്കുകയാണല്ലോ. ഏറ്റവും മനോഹരമായ നിമിഷം ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരുടേത് ഇത് തന്നെ ആയിരിക്കാനാണ് സാധ്യത, അല്ലെ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഇതിനകത്ത് 2 പേർക്ക് സുഖമില്ലാത്ത സ്ത്രീകൾ ഉണ്ടായിരുന്നു, 60 വയസ്സിനോട് അടുത്തിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കൊണ്ടുവരണോ എന്നൊക്കെ ഞങ്ങള് പിന്നെ കൂടെ കൊണ്ടുവരാൻ പ്രയാസം ഉണ്ടാവുമോ എന്നൊക്കെ വരും. പക്ഷെ അവരുടെ ജീവിത അഭിലാഷമാണ് എനിക്ക് മരിക്കുന്നതിന്റെ ഇടയിൽ ഈ ഒരു യാത്ര നടത്തണം സാർ, എന്നിട്ട് മരിച്ചാൽ മതി എന്ന് പറയുമ്പോ അവരെ നമുക്ക് കൂട്ടാതിരിക്കാൻ പറ്റിയില്ല. പക്ഷെ അവർക്ക് ഭാഗ്യവശാൽ ഒന്നും ഉണ്ടായില്ല. അവരും സന്തോഷിച്ചു, ആസ്വദിച്ചു. പക്ഷേ മലകയറ്റം പോലുള്ള ചില ട്രക്കിംഗ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പടി കയറാൻ, അതിനൊന്നും അവർ നിന്നില്ല. പക്ഷെ ഒരുമിച്ച് ചേർന്നപ്പോ അത് കിട്ടിയിരിക്കുന്ന ഊർജം വളരെ വലുതാണ്. ഇത് നമ്മുടെ നാടിന്റെ പ്രവർത്തനത്തിനും. സത്യത്തിൽ ഇവര് നമ്മുടെ ഹരിതകർമ്മസേന എന്ന് പറയുന്നതിനപ്പുറം നാട്ടില് ജനങ്ങൾ പറയാ വേസ്റ്റ് എടുക്കുന്നവരുന്ന, മാലിന്യം ശേഖരിക്കുന്ന ആളുകൾ എന്നാ പറയാ. പക്ഷെ അവർക്കും ആ ഒരു വ്യക്തിത്വത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ബഹുമാനം ഉണ്ട്. ആളുകൾ നമ്മൾ പൊതുവെ പറയുന്നുണ്ട് മാലിന്യം ശേഖരിക്കുന്നവരാണ്, മാലിന്യം ശേഖരിക്കണം. ഏത് തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. നമ്മൾ അത് വേസ്റ്റ് എടുക്കുന്നവർക്കാണെങ്കിലും, അതൊരു ക്ലാർക്കാണെങ്കിലും, ഒരു ഡ്രൈവർ ആണെങ്കിലും, എല്ലാം ഓരോ തൊഴിലിനും അവരുടേതായ മഹത്വമുണ്ട്. അപ്പൊ ഇവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഏറ്റവും അടിത്തട്ടിൽ ഉള്ള ആളുകളാണ്. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും പുറകിൽ നിന്ന ആളുകളായിരുന്നു ഇവര്. പലർക്കും വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ 2017 തുടങ്ങിയതാണ് ഹരിയാലി ഹരിതകർമ്മസേന. ഇപ്പോഴും പലർക്കും വീടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്.
വെറും വീട്ടിന്റെ അകത്ത് തളച്ച് കടന്നിരുന്ന ആളുകളായിരുന്നു. ഒരു ഭക്ഷണം പാകം ചെയ്യുക, ഭർത്താവ് പറയണത് നിൽക്കുക. പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല സ്ഥിതി. ഇപ്പൊ ഇവര് തന്നെ സ്വന്തമായിട്ട് സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു. ഇപ്പം ഈ ചാനലിൽ വന്നിട്ട് പറയുന്ന അവരുടെ അഭിപ്രായമാണ്. അതെ, ഇനിയും പോകുന്ന പറഞ്ഞേക്കുന്നത്, ഇനി സാറ് കൊണ്ടുപോകുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തിരിച്ചു വരുമ്പോ പറഞ്ഞത് എന്താണെന്നറിയോ സാറേ, ഇനി ഞങ്ങൾക്ക് ദുബായിൽ പോകണം. ആണോ? അവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്തു അല്ലേ? ഇനി അടുത്ത വർഷം നമുക്ക് ദുബായിലേക്ക് പോകണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആണ്. ഇതിന്റെ ഫണ്ട് എങ്ങനെയാണെന്ന് കൂടി കുറച്ച് പേര് ആലോചിക്കുന്നുണ്ടാവും. നമ്മുടെ ഇപ്പൊ ഈ ന്യൂസ് 3 കണ്ടോണ്ടിരിക്കുന്ന കൂട്ടായ്മകൾ, സ്ത്രീകളുടെ കൂട്ടായ്മകൾ ഇങ്ങനെ ആലോചിക്കുന്നുള്ളൂ, അത് കൊള്ളാലോ പരിപാടി, നമുക്കൊന്ന് പോയാലോ. അപ്പൊ ഇതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണം. അതിന് ഞാൻ ശ്രീ മോഹനിലേക്ക് വരാം. അതിന് മുൻപ് അനില, ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അവിടെ പോയപ്പോ ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷം ഏതായിരുന്നു? അതൊന്ന് പറയാമോ? എവിടെ പോയപ്പോഴായിരുന്നു മലേഷ്യയിൽ? ഞങ്ങൾക്ക് കോലാലംപൂരിൽ നിന്ന് പിന്നെ കാർ റോപ്പിലൂടെ ഒരു യാത്രയുണ്ട്. ഏറ്റവും വലിയ ഹോട്ടൽ, കോലാലംപൂരിൽ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ എന്നറിയപ്പെടുന്നത് കാസിനോവ. ആ ഒരു യാത്ര വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും തോറും ആ ഗർത്തങ്ങളും താഴ്ചയിലേക്ക് നോക്കുമ്പോ ഉണ്ടാകുന്ന ആ ഒരു സ്വതവേ നമുക്ക് പേടി തോന്നും. പക്ഷെ ഈ ഒരു യാത്ര പേടി എന്നൊരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതാ അവിടെ എത്തി ഏറ്റവും മേലെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ആ ഒരു നഗരത്തിന്റെ ഭംഗി എന്താണെന്നും ആ കാസിനോവ എന്ന് പറയുന്ന ആ സ്ഥലം മുഴുവൻ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇത് വളരെ സന്തോഷം തന്നെയാണ്. ശരി സീമ, ഈ നേരത്തെ ശ്രീ മോഹനൻ പറഞ്ഞതുപോലെ വേസ്റ്റ് എടുക്കുന്നവർ എന്ന് പറഞ്ഞിരുന്ന കുറെ പേരുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ആ രീതിയിൽ നോക്കിയിരുന്നവർ ഇപ്പൊ ഈ മലേഷ്യ ട്രിപ്പ് പോയിട്ട് വന്നപ്പോ അവരുടെ ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ? നല്ല മാറ്റമുണ്ട്. എല്ലാരും നിങ്ങളല്ലേ ഏറ്റവും വലുത് എന്നാ പറയുന്നത്. ആണോ? നിങ്ങളാ ഇപ്പൊ നാട്ടിന് ഏറ്റവും വലുതായിട്ട് നിൽക്കുന്നത്. ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. ഒരു മാഷ്, ഞാൻ പാർക്കിലാണ്, ഒരു മാഷ് ഇങ്ങനെ അവർക്കെല്ലാം ഒരുപാട് സമ്പാദ്യം ഉള്ളതാ. മാഷ് പറഞ്ഞു, ഞാൻ ഇതുവരെ ഏടിയും പോയിട്ടില്ല, നിങ്ങളെ ഇടയിലെത്തി എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, പൈസ കൊണ്ടാച്ചപ്പോ ഞാളല്ല ഇതാ പൈസയും ചെലവാക്കി അടിച്ചു. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ, പോകണമെന്നല്ലേ? അത്രയും നല്ല അതാ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മൾ ന്യൂസ് 3 നിങ്ങളെ കൊണ്ടുവന്നത് ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നഫീസുമ്മയുടെ വാർത്തയൊക്കെ കണ്ടില്ലേ? ആ വാർത്ത വരുമ്പോൾ മതപണ്ഡിതന്മാര് പറയാണ്, ഭർത്താവ് മരിച്ച് വീട്ടിലിരിക്കേണ്ട സ്ത്രീയാണ് അവിടെ പോയി മഞ്ഞുവാരി കളിക്കുന്നതെന്ന്. കുറെ ആളുകൾക്കൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല. പക്ഷെ ആ പറ്റുന്നില്ലാത്തവർ അങ്ങനെ നിന്നോട്ടെ. ശ്രീ മോഹനൻ, താങ്കൾ ആ വാർത്ത കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട്, പോകണമെന്ന് പറഞ്ഞ്, കൂട്ടായിട്ടാണെങ്കിലും ഒറ്റയ്ക്കായിട്ടാണെങ്കിലും ഒക്കെ. എങ്ങനെയാണ് നിങ്ങൾ ഈ ഫണ്ട് കണ്ടെത്തിയത്? ഈ യാത്ര പൊതുവെ ഞാൻ പറയാ സ്ത്രീകൾ തന്നെ ഒറ്റയ്ക്ക് പോകണമെന്നാണ്. കാരണം അപ്പോഴാണ് ഇവർക്ക് ഇതിന്റെ രാജ്യങ്ങളെ പറ്റി മനസ്സിലാവുക, സാംസ്കാരിക വിനിമയമൊക്കെ ഉണ്ടാവുക. എനിക്കിതിൽ വലിയ സന്തോഷം തോന്നിയ ഒരു സന്ദർഭമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, ഇവര് തന്നെ കച്ചവടക്കാരടുത്ത് പോയിട്ട് അവിടെയുള്ള ഭാഷയിൽ, മലയ ഭാഷയിൽ ബാർഗെയിൻ ചെയ്യാൻ. അവിടെ റിങ്കറ്റാണ്, മലേഷ്യയിൽ റിങ്കറ്റ്. ആ റിങ്കറ്റിൽ അവിടെ 5 റിങ്കറ്റ് എന്നൊക്കെ എഴുതുമ്പോ 5 റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ 100 രൂപ. ഇവര് ബാർഗെയിൻ ചെയ്യുന്നു, മൊബൈലിൽ വെച്ചിട്ട് അവര് ചോദിക്കുന്നു 80 തരുവോ കിട്ടുവോ എന്നൊക്കെ മൊബൈലിൽ അടിച്ചു കൊടുക്കുക. അപ്പൊ അവര് അപ്പൊ പിന്നെയും ബാർഗെയിൻ ചെയ്യുന്നു 85. അപ്പൊ അങ്ങനെ 85 രൂപക്കൊക്കെ ഈ സാധനം വാങ്ങുന്നു. വേറെ ഒരാളുടെ സഹായം ഇല്ലാതെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വിലപേശി വാങ്ങുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. ചില ആളുകൾ എന്താന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് മൊബൈലിൽ മലയാളം അടിക്കുന്നു, എന്നിട്ട് മലയാള ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരെ കാണിക്കുന്നു. അപ്പൊ അവര് തിരിച്ചിങ്ങോട്ട് സംസാരിക്കുന്നു മൊബൈൽ വഴി. അപ്പൊ ടെക്നോളജി വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ വീട്ടമ്മമാർക്ക്, ഇവരൊന്നും വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളല്ല, പക്ഷേ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഇനി ഇവർക്ക് സ്വതന്ത്രമായിട്ട് ഭാഷാ വിനിമയം നടത്താനും, അതുപോലെ തന്നെ നമ്മുടെ കറൻസി ഒന്നും അല്ലല്ലോ, പക്ഷെ ആ കറൻസി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ രാജ്യത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്നൊക്കെ ഇവര് വലിയ മാതൃകയാണ്. എനിക്ക് കൂടെ ഒരു പഠനമായിരുന്നു യഥാർത്ഥത്തിൽ ഇത്.
തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാലും ഫണ്ട് എങ്ങനെയെന്നുള്ളതായിരുന്നു. അതായത് ഈ ഫണ്ട് നമ്മൾ സ്വരൂപിച്ചിരിക്കണ എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ വേറെ ആരും സ്പോൺസർ ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ ഹരിയാലി ഹരിത കർമ്മസേന ഈ മാലിന്യങ്ങൾ എടുക്കുന്നത് വഴി മാസത്തിൽ യൂസർ ഫീ കിട്ടും. ഈ യൂസർ ഫീ നിക്ഷേപിക്കുന്ന ബാങ്കുകളുണ്ട്, 2-3 ബാങ്കുകളുണ്ട്. ആ ബാങ്കുകൾ ഞങ്ങൾ സംസാരിച്ചു, പലിശരഹിത വായ്പ ഇവർക്ക് കൊടുക്കണം ഇങ്ങനെ ടൂർ പോകാൻ. അങ്ങനെ ഇത് 37,000 രൂപയാണ് ഇതിന് വന്നിരിക്കുന്നത്. 40,000 രൂപ വരെ ലോൺ എടുത്തിട്ടുള്ള ആളുകളുണ്ട്. കാരണം സാധനം വാങ്ങണമല്ലോ, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇവരുടെ മാസ ശമ്പളത്തിൽ നിന്ന് 2,000-3,000 രൂപ വെച്ചിട്ടൊക്കെ അത് പിടിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്ക് 40,000 രൂപ അല്ലെങ്കിൽ 37,000 രൂപയ്ക്ക് മലേഷ്യ കണ്ടുവരാം. 40,000 രൂപ വേണ്ട, ഇവർക്ക് 37,000 രൂപയെ വന്നിട്ടുള്ളൂ. ബാക്കി തുക ഇവരുടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ മാർക്കറ്റിലാണ് വിനിയോഗിച്ചത്. അവിടെ നമ്മൾ മറ്റേ നമ്മുടെ ഇവിടുത്തെ പോലെയാണോ മാലിന്യ സംസ്കരണ രീതികളൊക്കെ കണ്ടിരുന്നു? ഇവരെയും കൊണ്ട് അവിടെയൊക്കെ പോകാൻ പറ്റുമോ? ഏറ്റവും സ്ഥലമാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളല്ല. കാരണം പൊതുബോധം ഇത്തരം കാര്യങ്ങൾക്ക് നല്ല ഉള്ള സ്ഥലമാണ്. ഇപ്പൊ മലേഷ്യ ആണെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലും നമ്മളിവിടെ ആളുകൾ എത്ര ആവുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. പക്ഷെ മലേഷ്യയിലെ തെരുവുകള്, റോഡുകളാണെങ്കിലും സ്ട്രീറ്റുകളാണെങ്കിലും എല്ലാ സമയവും അടിച്ചുവാരിക്കൊണ്ട് സന്ദർഭങ്ങളാണ്. റോഡിലൊക്കെ വേസ്റ്റ് ഇടുമ്പോൾ അപ്പോഴേക്കും അത് എടുത്തു മാറ്റാൻ വേണ്ടി ആളുകൾ ഉണ്ടാവുന്നുണ്ട്. വൃത്തിയുള്ള സ്ഥലമാണ് നമ്മളെ നാടും. അതുപോലെ ഇന്നലെ ആവും എന്നുള്ള കാര്യം അതൊരു തർക്കമില്ല. സർക്കാർ തന്നെ മാർച്ച് ആവുമ്പോഴേക്ക് മാലിന്യമുക്ത കേരളം ആക്കണമെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അതുവഴി നമ്മളെ വിദേശത്തു നിന്നുള്ള ആളുകൾ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ നാടും ഒരു സംശയമില്ല. സിംഗപ്പൂർ പോലെ ചൈന പോലെ കേരളവും ആവും. ശരി, ഞാൻ അനിലേക്ക് പോവാണെങ്കിൽ അനില, ഇപ്പോ ശ്രീ മോഹനൻ പറഞ്ഞതുപോലെ നിങ്ങൾ അവിടെ എൻജോയ് ചെയ്തു എന്നുള്ളതിന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷെ ഓരോ ചിത്രങ്ങളായിട്ട് അദ്ദേഹം പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നു, നിങ്ങൾ അവിടെ പോയി മാർക്കറ്റിൽ പോയി ബാർഗെയിൻ ചെയ്യുന്നതും ഞങ്ങൾ ഭാഷയൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ബാർഗെയിൻ ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാസിനോ അതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഏറ്റവും എൻജോയ് ചെയ്ത മൊമെന്റ് അനില പറഞ്ഞല്ലേ. ഇനി ചോദിക്കേണ്ടത് എനിക്ക് തോന്നുന്നു സീമയിലേക്കാണ്. സീമ പറഞ്ഞോ, സീമ എവിടെയായിരുന്നു ഏറ്റവും എൻജോയ് ചെയ്തത്? അനിലേച്ചി പറഞ്ഞത് അവിടെ തന്നെ ടോപ്പിലേക്ക് കയറുമ്പോ അടിപൊളി. അത് ഭയങ്കര. എവിടെയെങ്കിലും പോയപ്പോ പേടി തോന്നിയോ? എനക്ക് വിമാനത്തിൽ നിന്ന് താഴെ കടലിൽ കാണുമ്പോ പേടിയായിട്ട് അവിടെ നിന്ന് എനക്കൊരു ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോ കടലിന്റെ അടുക്കുന്ന ഇങ്ങനെ മെല്ലെ വിമാനം പോവുക, താഴെ കടലും, അത് എനിക്ക് പേടിയായി. അവിടുന്ന് ബാക്കിയൊന്നും പേടിക്കാനൊന്നുമില്ല. ഞാളെ എന്നാ പറയണ്ടേ, അത്രയും എൻജോയ് ചെയ്തു. ഈ മലേഷ്യയിൽ ഇവര് കാസിനോവ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്നറിയോ മാഡം? അത് പറഞ്ഞു. അല്ല, ഞാനിത് ചോദിക്കുമ്പോ ഞാൻ പോയിട്ടില്ല മലേഷ്യയിലേക്കൊന്നും. ഞാനും അസൂയ, ഈ പുറത്തിരുന്ന് കാണുന്ന മനുഷ്യരുണ്ടല്ലോ നമ്മുടെ ഷോ കണ്ടോണ്ടിരിക്കുന്ന, ഇത് പോകാത്ത അവരിൽ ഒരു അസൂയാലുക്കളിൽ ഒരാളാണ് ഞാനും. പറഞ്ഞോളൂ. അതുകൊണ്ട് ഇവരെ ഈ കാസിനോവ എന്ന് പറയുന്ന സ്ഥലം ജെൻലിംഗ് ഹൈലൻഡ് എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രമാണ് മലേഷ്യ. പക്ഷെ എന്നിട്ട് പോലും അവിടെ ഈ ചൂതാട്ട കേന്ദ്രമാണ് ഈ കാസിനോവ എന്ന് പറയുന്നത്. ഒട്ടേറെ ചൂതാട്ട കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഹോട്ടലുകൾ അവിടെ ഉണ്ട്. അതൊരു 3-4 നിലകളിലാണ് ഈ ചൂതാട്ട കേന്ദ്രങ്ങൾ ഉള്ളത്. ഏറ്റവും താഴത്തെ നിലയിൽ കാർഡ്സ് കളി, മറ്റ് റമ്മി കളി, അങ്ങനെ കാശുണ്ടാക്കുന്ന പരിപാടി. 1-ാം നിലയിൽ ഡാൻസ് ബാറാണ്. 3-ാം നിലയിൽ മസാജ് പാർലറൊക്കെയാണ്. ഇവർ ഈ 3 നിലയിലും ഇവർ പോയിട്ടുണ്ട്. ഈ എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്നുള്ളത് എനിക്ക് അവിടെ ഏറ്റവും സംശയം ഇതാണ്. ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പോലും ഇത്തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള കേന്ദ്രങ്ങൾ അവിടെ, ഈ ഗാംബ്ലിംഗ് സെന്ററുകൾ ഉണ്ടല്ലോ. പക്ഷെ അവര് പറയണത് ഇത് ഞങ്ങളുടെ രാജ്യത്തിന്റെ ഒരു വരുമാനമാണ്, വിദേശത്തു നിന്നുള്ള ആളുകളൊക്കെ വരുമ്പോ വലിയ വരുമാനം മലേഷ്യക്ക് പറഞ്ഞത്. സ്ഥലങ്ങളൊക്കെ നമ്മൾ ഹരിത കർമ്മസേനയും കണ്ടു എന്നുള്ളതാണ്. അനില, നിങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു കുറച്ച് ആദ്യമൊക്കെ ഒരു എതിർപ്പ് പലരുടെ എങ്ങനെ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ പോയി വന്നതിന് ശേഷം എവിടെന്നെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു അന്വേഷണം വന്നിരുന്നോ? ഞങ്ങൾക്കും പോകാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെയുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിരുന്നോ? പോസിറ്റീവായ ചോദ്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നിങ്ങൾ ഏത് ഏജൻസിന്റെ കൂടെ പോയി, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്,
നമുക്കും പോവാനുള്ള അവസരങ്ങള് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ വഴി കാണിച്ചു തരൂലേ എന്നുള്ള രീതിയിലൊക്കെ കുറെ ആളുകൾ ഇപ്പൊ ചോദിച്ചു വന്നു. അതും എല്ലാം വനിതകളായിട്ടുള്ള നമ്മുടെ കുടുംബശ്രീ സംവിധാനങ്ങള് അങ്ങനത്തെ സംവിധാനങ്ങളിൽ തന്നെ നമുക്ക് ചോദിച്ചു തുടങ്ങി. നിങ്ങൾ ആരെങ്കിലും തയ്യാറെടുക്കുന്നതായിട്ട് അറിയാവോ യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോ എന്നോട് പറഞ്ഞ ഞങ്ങൾ കുറച്ച് ആളുകൾ സിംഗപ്പൂര് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട്, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരണേ എന്നുള്ള രീതിയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആഹാ, നമ്മളിപ്പോ അഡ്വൈസർ ആയി അല്ലേ, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി. ഈ ദുബായ് ശ്രീ മോഹനൻ, ഈ ദുബായ് യാത്ര ആരാണ് പ്ലാൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത്, ഒരു ഐഡിയ ഇട്ടത്? അതിനുള്ള സാധ്യത വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും സീമ തന്നെയാ, നമ്മുടെ സീമ തന്നെയാണ് പറഞ്ഞത്. പിന്നെ പക്ഷെ ഇവർക്കൊന്നും ദുബായ് യാത്രയൊക്കെ പോകാനുള്ള വലിയ സാമ്പത്തിക ശേഷിയോ ഒന്നുമില്ല. ഇപ്പൊ കുടുംബത്തിൽ പോലും പിന്നെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുള്ള ആളുകളില്ല. കാരണം ഭർത്താവിന്റെ കൂടെ മകന്റെ കൂടെ പോകാം, അത്തരത്തിലുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ്. പക്ഷേ അവരെ നമ്മൾ അതിനേക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവരുടെ തീർച്ചയായിട്ടും അത്തരം ഒരു ആഗ്രഹം അടുത്ത വർഷം ദുബായ് യാത്രയിലൂടെ നിറവേറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം വലിയ വരുമാനം 18,000 രൂപയാണ് മാസത്തിൽ കിട്ടുന്നത്. ശരാശരി കിട്ടുന്ന രൂപ 18,000 രൂപയാണ്. പക്ഷെ ആ 18,000 രൂപ വളരെ ചിട്ടയോടെ ഇവര് സ്വരുക്കൂട്ടി വെച്ച് ആസൂത്രണം ചെയ്ത് കഴിഞ്ഞാൽ ദുബായ് യാത്ര സാർത്ഥകമാകും. അടുത്ത വർഷം ആഹാ, ഗംഭീര പ്രഖ്യാപനവും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആ ന്യൂസ് 18ലൂടെ വന്നിരുന്ന് പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീ മോഹനൻ അതിന് നേതൃത്വം നൽകുന്നുള്ള കാര്യത്തിൽ നമുക്ക് മാറ്റമൊന്നുമില്ല. ഈ 68 സ്ത്രീകളെ കൊണ്ട് പോകുമ്പോഴേ അതിൻ്റെ ഒരു റിസ്ക് വളരെ വലുതാണ്. റിസ്ക് എന്ന് ഞാൻ പറയുന്നത് സ്ത്രീകളായതുകൊണ്ട് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യമാണെങ്കിലും അതുപോലെ ആദ്യം വിമാനയാത്ര ചെയ്യുന്നവരൊക്കെ അതിനകത്ത് ഒരുപാട് പേര് ഉണ്ടായിരുന്നല്ലോ അല്ലേ ശ്രീ മോഹനൻ? അങ്ങനെ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്ക താങ്കൾക്കുണ്ടായിരുന്നോ, താങ്കളുടെ ടീമിനുണ്ടായിരുന്നോ? ആകെ 3 പേര് മാത്രമാണ് നേരത്തെ വിമാനത്തിൽ യാത്ര ചെയ്തത്. ബാക്കി ഞാൻ ഉൾപ്പെടെ ബാക്കി എല്ലാവരും വിമാനം കാണാത്ത ആളുകളാണ്. ഇവരുടെ ഏറ്റവും വലിയ, ഞങ്ങൾ എല്ലാ വർഷവും ടൂർ പോകാറുണ്ട്. കഴിഞ്ഞ വർഷം പോയത് ഗോവയായിരുന്നു, അതിന്റെ മുൻപത്തെ വർഷം ബാംഗ്ലൂരാണ് പോയത്. അങ്ങനെ ഓരോ വർഷവും ഈ ഞങ്ങളുടെ ഈ ടീം, കാരണം ഇതൊരു കുടുംബമാണ്. നേരത്തെ അനില പറഞ്ഞ പോലെ ഹരിയാരി എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും ടൂർ പോകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷമാണ്, ഇനി അടുത്ത വർഷത്തെ യാത്ര വിമാനത്തിലായിരിക്കണം, അത് വിദേശത്താവണം. വിമാനത്തിൽ കേരളത്തിൽ തന്നെ വരാമല്ലോ, ഇവിടുന്ന് കണ്ണൂർ പിന്നെ പോകാം, അല്ലെങ്കിൽ തിരുവനന്തപുരം പോകാം, നെടുമ്പാശ്ശേരി പോയിട്ടൊക്കെ വരാം. പക്ഷെ അത് അങ്ങനെ ഒരു 3-4 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് ഈ ദിവസേന ഈ രാവിലെ ചായ ഉണ്ടാക്കുന്നതും ചോറുണ്ടാക്കുന്നതും രാത്രി ഭക്ഷണം പാകം ചെയ്യുന്നതും അലക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് 5 ദിവസം ഫ്രീ ആയിട്ട് നിൽക്കണം എന്ന് പറയുമ്പോ അതൊരു പുതിയ അനുഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഈ മലേഷ്യയിലെ യാത്ര തീരുമാനിച്ചു അത് കഴിയാൻ കഴിഞ്ഞത്. നമ്മൾ ശരിക്കും ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞതുപോലെ അതൊരു ശരിക്കും ബ്രേക്ക് തന്നെ ആയിരിക്കും അല്ലേ? ഡെയിലി നമ്മൾ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പാകും ജീവിതത്തോട്. അപ്പൊ അതിന് നിങ്ങൾക്കൊരു ഇടവേള കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സീമയുടെ നേരത്തെ സീമ പറഞ്ഞ പോലെ അച്ഛൻ ദുബായിലായിരുന്നോ? അതുകൊണ്ടാണോ ദുബായ് ഓപ്റ്റ് ചെയ്തത്? പോവാൻ പറ്റിയിട്ടില്ല? അച്ഛൻ ബഹറില, ഭർത്താവും ബഹറില. അച്ഛൻ ഇപ്പം മരണപ്പെട്ട്, ഭർത്താവ് ബഹറിൽ തന്നെയാ. എന്നാലും ഓലൊന്നും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അതാണ്, അപ്പൊ എനിക്ക് അവിടെ കാണിച്ചു കൊടുക്കണം ഞാൻ ഒറ്റയ്ക്ക് പോരുമെന്നല്ലേ, എനിക്ക് കൂട്ടുകാരുണ്ടെന്നല്ലേ, അതല്ലേ ലക്ഷ്യം. ആരെടുത്തൊന്നും പൈസ വാങ്ങാണ്ട് സ്വന്തം പൈസ ചെലവാക്കി പോയി അടിപൊളി. മോഹനാട്ടന്റെ വലിയൊരു ഇതാ നാളെ. ശരി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ സീമ, നേരത്തെ ശ്രീ മോഹനൻ പറഞ്ഞതുപോലെ അവിടെയുള്ള ആളുകളൊക്കെ നല്ല പൊതുബോധമുള്ളവരാണ് എന്ന് പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഈ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മാലിന്യം കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ അവിടുത്തെ റോഡുകളും അതും ഇതുമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇവിടെ വന്നുള്ള ആളുകളെ ഒന്ന് ബോധവൽക്കരിക്കണമെന്ന് തോന്നിയോ? പ്രത്യേകിച്ച് ഒരു പ്ലാസ്റ്റിക് ഒരു ബക്കറ്റിലും ഫുഡ് വേസ്റ്റ് വേറൊരു ബക്കറ്റിലും ഇടണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തലതിരിച്ചിട്ട് അല്ലെ, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത നമ്മൾ മലയാളികൾ അല്ലെ, ഞാൻ അടക്കമുള്ള നമ്മൾ മലയാളികൾക്ക് മാതൃകയാക്കേണ്ടവരായിരുന്നു മലേഷ്യക്കാര്. ശരിയാണ്, അത്രയും നല്ല നീറ്റില്ല മലേഷ്യ. അടിപൊളി, ഒരു സ്ഥലത്ത് പോലും ഒരു എവിടെയൊന്നുമില്ല. നമ്മളെ റോഡുമ്മലോ നമ്മളെ ഹോട്ടലിലോ അതിനനുസരിച്ച് ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരും അത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തും കണ്ടില്ല. ഒരു വേസ്റ്റും കണ്ടില്ല.
ഇവിടെ പക്ഷെ അനില, മറ്റൊരു ഈ അനിലയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. പിന്നെ നിങ്ങളുടെ ഒപ്പം വന്നവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ വന്ന ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്റെ വീട്ടില് ഭർത്താവും 2 പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമാണ് എന്റേത്. മക്കൾ എന്ത് പറഞ്ഞു? പെൺമക്കൾ എന്ത് പറഞ്ഞു? പെൺമക്കള് പറഞ്ഞ അമ്മക്ക് കിട്ടിയ അവസരം അമ്മ എന്തായാലും പോണം. എന്താന്ന് വെച്ചാല് അമ്മ എല്ലാ ദിവസവും ജോലി ഇങ്ങനെ നടക്കുന്നതല്ലേ, അമ്മക്കും എപ്പോഴെങ്കിലും ഒരു മാനസികമായിട്ടൊരു സന്തോഷം വേണ്ടേ. പിന്നെ അങ്ങനെ സുഖമില്ലാത്ത ഭർത്താവാണുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം 5 ദിവസം അമ്മക്ക് അനിവാര്യമാണ്. അമ്മ എന്തായാലും പോണം, പൈസ ഇല്ലേ ഞാളെങ്കിലും എഴുന്നെങ്കിലും എന്തെങ്കിലും ആക്കിത്തരും എന്നൊക്കെ രീതിയിൽ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് വീട്ടിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്, വീട്ടുകാരെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. ആണല്ലേ? അപ്പൊ ശരി. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണണം എന്നുണ്ട്, അവിടെ വന്ന് തന്നെ കാണണം എന്നുണ്ട്. എന്തായാലും അവരുടെ പ്രതിനിധികളായി നിങ്ങൾ രണ്ടുപേരും എത്തി. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട മോഹനേട്ടൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന ശ്രീ മോഹനൻ മണലിൽ, അദ്ദേഹത്തിനും വലിയൊരു താങ്ക് യു അല്ലെങ്കിൽ ഒരു നന്ദി ഞാൻ പറയുകയാണ്. കാരണം ഇത്രയും സ്ത്രീകളെയും കൊണ്ട് അവരുടെ ഒരുപാട് പേരുടെ സ്വപ്നം അത് പൂവണിഞ്ഞിരിക്കുകയാണ്. ഈ ജീവിതയാത്രയിൽ എന്താണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് ചോദിച്ചാൽ അവരിൽ ഭൂരിഭാഗം പേരും പറയുന്നത് ഈ യാത്ര തന്നെയായിരിക്കും. താങ്കൾക്ക് അഭിമാനിക്കാം. ഇനിയും അവർക്കൊപ്പം നിൽക്കുക, ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ആശംസകൾ. ഹരിയാലി ടീമിന് മുഴുവനും ന്യൂസ് 8ന്റെ ആശംസകൾ പറയുക കേട്ടോ. അടുത്ത യാത്ര പോയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ന്യൂസ് 3യിൽ വരാം. അങ്ങനെ വലിയ സന്തോഷത്തിലാണ് അവരെല്ലാവരും. ഒരു 5 ദിവസത്തെ മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന്റെ സന്തോഷത്തിലാണ്. അതും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ആരുടെയും സഹായമില്ലാതെ പോയി മടങ്ങിയെത്തിയിരിക്കുകയാണ്.